എല്ലാവർക്കും നമസ്കാരം. BSFിലേക്കുള്ള വേക്കൻസിയുടെ സർക്കുലർ ഇപ്പോൾ ഒഫീഷ്യലായിട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ടൊരു സർക്കുലറാണ്, വേക്കൻസി സർക്കുലറാണ്. ഇനി വരാൻ പോകുന്ന റിക്രൂട്ട്മെന്റിന്റെ വേക്കൻസി തുടങ്ങിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു സർക്കുലറാണ്. സോ നമുക്ക് വന്നിരിക്കുന്ന വേക്കൻസികൾ, ഏതൊക്കെ തസ്തികയിൽ വേക്കൻസി ഉണ്ട്, ക്വാളിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. BSFിലേക്കാണ് ഗസ്റ്റഡ് ഓഫീസർ ഗ്രൂപ്പ് എ അസിസ്റ്റന്റ് കമാൻഡന്റ് ആണ്. 387 വേക്കൻസി ഉണ്ട്. ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. 18 മുതൽ 25 വയസ്സ് വരെയാണ് അൺറിസർവ്ഡ് ഏജ് ലിമിറ്റ്. ഇതിൽ 3 വയസ്സിൽ OBCക്കും 5 വയസ്സിൽ SC/ST കാൻഡിഡേറ്റ്സിന് ലഭിക്കുന്നതാണ്. 28 വയസ്സിൽ OBCക്കും 30 വയസ്സിൽ SC/ST കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. അടുത്ത സബോർഡിനേറ്റ് ഓഫീസർ ആണ് ഗ്രൂപ്പ് ബി. 1816 വേക്കൻസിയാണ്. SI ആണ് ഗ്രൂപ്പ് ബി എന്ന് പറയുമ്പോൾ. 25 വയസ്സ് വരെ അൺറിസർവ്ഡിനും 28 വയസ്സിൽ OBCക്കും 30 വയസ്സിൽ SC/ST കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. അതർ റാങ്ക് ഗ്രൂപ്പ് സി കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, ASI ആണ്. കോൺസ്റ്റബിളിലേക്ക് 18 മുതൽ 23 വയസ്സ് വരെയാണ് അൺറിസർവ്ഡിന്. 3 വർഷത്തിലെ OBCക്കും 5 വയസ്സിലെ SC/ST കാൻഡിഡേറ്റ്സ് ലഭിക്കുന്നതാണ്. 10ാം ക്ലാസ്സാണ് ക്വാളിഫിക്കേഷൻ. ഹെഡ് കോൺസ്റ്റബിളിലേക്ക് +2 ആണ് ക്വാളിഫിക്കേഷൻ. 25 വയസ്സ് വരെ അൺറിസർവ്ഡ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. 28 വയസ്സിൽ OBCക്കും 30 വയസ്സ് വരെ SC/ST കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. ASIയിലേക്കും സെയിം ക്വാളിഫിക്കേഷൻ തന്നെയാണ്, +2 ആണ് ക്വാളിഫിക്കേഷൻ. 7942 വേക്കൻസിയാണ് ഗ്രൂപ്പ് സിയിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 10145 വേക്കൻസി അങ്ങനെ ടോട്ടൽ ഇപ്പോൾ നിലവിൽ BSFിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ റിക്രൂട്ട്മെന്റ് വിളിക്കുന്നതാണ്. സോ നല്ല അവസരങ്ങളാണ് വരുന്നത്. എല്ലാവരും പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഇതിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് അസിസ്റ്റന്റ് കമാൻഡന്റിലേക്ക് ടയർ 1 എക്സാമിനേഷനും ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനും ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഇന്റർവ്യൂ, ഫിസിക്കൽ, മെഡിക്കലും ഉണ്ടായിരിക്കുന്നതാണ്. കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, SI തുടങ്ങിയ തസ്തികയിലേക്ക് ആദ്യം ടയർ 1 എക്സാമിനേഷൻ, കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിളിലേക്ക് ടയർ 1 എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നത്. SIയിലേക്ക് വരുമ്പോൾ ടയർ 1ഉം ടയർ 2ഉം എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഫിസിക്കലും മെഡിക്കലും ഇത് കൂടാതെ ഉണ്ടായിരിക്കുന്നതാണ്. സോ ഇതിന് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുമ്പോൾ ഒരു വീഡിയോ കൂടി ചെയ്യുന്നതാണ് ഡീറ്റെയിൽ ആയിട്ട്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ശേഷം മറക്കരുത്. അതുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യുക. ആർമി, നേവി, എയർഫോഴ്സ്, SSC ജോലി നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ്. വീഡിയോ വന്ദേ മാതരം.